Hello everyone, welcome back to Silent Learning. It's me Jamshad. Today we are going to learn the complete poem, actually the mending wall in 22 points. 22 പോയിന്റിലും മച്ചന്മാരെ ഫുൾ ചാപ്റ്റർ ആക്ച്വലി ഇതിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏത് വന്നാലും നിങ്ങൾ സെറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, കംപ്ലീറ്റ് പോം ഇൻ 22 points. യെസ്, മെൻഡിങ് വാൾ. ഈ കവിത നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സെറ്റാണ്. ഈ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോമാണ്. ഇതിൽ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാമെന്ന് പറയണ്ടേ? ഈ ഒരു പോയിന്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എങ്ങനെയാ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? 2022 വന്ന ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? In the poem Mending Wall, the poet views contradict that the neighbors on the building walls. Do you think the wall are necessary? വാള് വേണോ? വാളല്ലേ ഈ വാള്. ഓക്കെ, ആ മതിൽ ആടെ വേണോ? To create a good relationship, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വാൾ ആവശ്യമുണ്ടോ? ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക? റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാൻ മെയ്ഡ് വാൾ. മനുഷ്യനിർമ്മിത വാളുകളുടെ അത്യാവശ്യതകളെ പറ്റിയിട്ട് നിങ്ങളോടൊരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത് 2022 2023 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കവിത വായിച്ചിട്ട് ആസ് ഐ ഗ്രൂ ഓൾഡർ ലാങ്സ്റ്റൺ ഹ്യൂഗ്സിന്റെ ഒരു കവിത കൊടുത്തിട്ട് നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഓൾറെഡി പഠിച്ചൊരു മെൻഡിങ് വാൾ ഉണ്ടല്ലോ, അതും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു കമ്പാരിസൺ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്ത് വേണം? വി ഹാവ് ടു നോ ദ കംപ്ലീറ്റ് പോം. പക്ഷേ ആ ഒരു കംപ്ലീറ്റ് പോം നമ്മൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. പക്ഷെ അതിന്റെ ഒരു ചുരുക്കം, അതിന്റെ തീം എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലത്തെ ധാരാളം വീഡിയോസ് ഇനി വരുന്നുണ്ട്. നമ്മുടെ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ലൈക്ക് ചെയ്യുക. ഓക്കെ, സെറ്റ് ആണല്ലോ? ഇനി നേരെ ആ ഒരു 22 പോയിന്റ്സിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, മെൻഡിങ് വാൾ ഇസ് എ പോം റിട്ടൺ ബൈ ദ ഫേമസ് അമേരിക്കൻ പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ്. ഇത് എഴുതിയ ആളെ പേര് പറഞ്ഞത് റോബർട്ട് ഫ്രോസ്റ്റ്. അത് മറന്നുപോയത് വൺ ഓഫ് മൈ ഫേവറേറ്റ് പോയറ്റ് കൂടിയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് ഏത് ചാപ്റ്ററിനെയും പോയറ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ഓതറുടെ പേര് ഓർമ്മ ഉണ്ടായിരിക്കും. ഭയങ്കര ഇംപ്രസീവ് ആയിരിക്കും. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ അപ്രീസിയേഷൻ ആണെങ്കിൽ എന്ത് പിന്നെ തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ഓതറുടെ പേര് എഴുതാന്നുള്ളത്. സോ Robert Frost. Okay, the poem tells about the relationship of two neighbors. രണ്ട് അയൽവാസികളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. Okay, yes, the central theme of the poem is that nature doesn't like separation. പ്രകൃതി ഇവന്മാർ രണ്ട് സെപ്പറേറ്റ് ആവുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? ആ വാൾ ഇടയ്ക്കിടയ്ക്ക് അലമ്പാവുന്നില്ലേ, കോളാവുന്നില്ലേ, ഇല്ലേ, വീണ് പോകുന്നുണ്ട്. കാരണം ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആവുന്ന ഒരു മതിലൊക്കെ ഇടുന്നത് ഇവൻ പ്രകൃതിക്ക് പോലും ഇഷ്ടമില്ല. The nature doesn't like that. Okay, but for a healthy relation between two neighbors, അവർക്കിടയിൽ ഒരു എന്താ പറയുക, ആരോഗ്യപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വാൾസ് ആർ നെസസറി ബിറ്റ്വീൻ ടു നൈബേഴ്സ്. രണ്ട് നൈബേഴ്സിൻ്റെ ഇടയിൽ വാൾ വേണം എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി മറ്റേ പോയറ്റ് അല്ലാത്ത പോയറ്റിൻ്റെ നൈബറാണ് അദ്ദേഹം പറയുന്നത്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഇതാരാ പറഞ്ഞത്? നൈബറാണ് പറയുന്നത്. കവിയുടെ നൈബർ ആയിട്ടുള്ള ആൾ പറയാണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. യെസ്, നല്ല മതിലുകൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു എന്നൊക്കെ അദ്ദേഹം വീമ്പിളക്കുന്നുണ്ട്. പക്ഷേ വി ഹാവ് ടു ഓപ്പോസ് ദാറ്റ്. യെസ്. ഓക്കെ, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. നല്ല മതിലുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ആയിരിക്കും ചിന്താഗതി. പക്ഷേ ദാറ്റ്സ് ആക്ച്വലി മാൻ മെയ്ഡ് വാൾ. യെസ്, മനുഷ്യനിർമ്മിതമായ വാളുകളാണ്. അതല്ല, മനുഷ്യന്റെ ഹൃദയങ്ങൾ തമ്മിൽ ധാരാളം വാളുകളുണ്ട്. അതൊക്കെ നമുക്ക് തകർത്ത്, അതൊക്കെ തീമിലേക്ക് വരുന്നുണ്ട്. നമുക്ക് പോയിന്റ് നോക്കാം. ഓക്കെ, സെറ്റ് ആണല്ലോ? നെക്സ്റ്റ് വൺ, there are two characters in this poem. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഒന്ന് നമ്മുടെ കവിയാണ്, ഒന്ന് നമ്മുടെ നൈബറാണ്. സോ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, മറക്കരുത്. മെൻഷൻ ചെയ്യുക അപ്രീസിയേഷൻ വരുന്ന സമയത്ത്. there is stone wall between their property. അവർ രണ്ട് പേരുടെയും പ്രോപ്പർട്ടിന്റെ ഇടയിൽ ഒരു സ്റ്റോൺ വാൾ. ഭയങ്കര ഇന്റർനാഷണൽ വാളൊന്നുമല്ല, കുറെ കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു വാൾ, ഒരു സ്റ്റോൺ കൊണ്ടുള്ള വാൾ. the wall is broken without any, ഒരു കാരണവുമില്ലാതെ ആ വാൾ എന്താ പോകുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. കാരണങ്ങൾ കുറച്ച് സിമ്പിൾ കാരണങ്ങളൊക്കെ ആണ്. റാബിറ്റ് ഒക്കെ വന്നിട്ട് പിന്നെ അടിയിൽ പിന്നെ കൂടുണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്തൊക്കെ വീണു പോകും. അതുപോലെ തന്നെ ഹണ്ടേഴ്സ് ഒക്കെ അലമ്പാക്കുന്ന പറയുന്നുണ്ട്. അങ്ങനെ ഇൻ എവറി സ്പ്രിംഗ് സീസൺ ദ പോയറ്റ് ഫൈൻഡ്സ് ദ വാൾ ഈസ് ബ്രോക്കൺ. എല്ലാ സ്പ്രിംഗ് സീസൺ ആകുമ്പോഴും ഈ വാൾ മൊത്തം അലമ്പായി കിടക്കുന്നത് അല്ലെങ്കിൽ പൊളിഞ്ഞു കിടക്കുന്നത് ഈ പോയറ്റ് കണ്ടെത്തും. ഓക്കെ, നോ വൺ നോസ് ഹു ഈസ് ബ്രേക്കിംഗ് ദ വാൾ. ആരാ ഈ വാൾ ഇങ്ങനെ തകർക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല, ഒരു മനുഷ്യനില്ല. ഇതാരപ്പോൾ ഇങ്ങനെ മെനക്കെടുങ്ങ ഈ വാൾ അലമ്പാക്കുന്നത് ഒരാൾക്കും ഐഡിയ ഇല്ല. പക്ഷേ 10 പോയിന്റ് കഴിഞ്ഞാൽ ഇനി 12 പോയിന്റ്സ് കൂടി മാത്രമേ ഉള്ളൂ ബാക്കി. ദ പോയറ്റ് ഇൻഫോം ഹിസ് നൈബർ അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് വാളിനെ പറ്റിയുള്ള അവസ്ഥ. ഈ പോയറ്റ് പോയിട്ട് ആരോട് പറഞ്ഞു കൊടുക്കും? നൈബർ, എടാ നൈബറേ, മുത്തുമണി, ഇവിടെ നമ്മളെ വാളൊക്കെ തകർന്നിട്ടുണ്ട്, അലമ്പായിട്ടുണ്ട്. ദ പോയറ്റ് ആൻഡ് ഹിസ് നൈബർ റിപ്പയർ ദ സ്റ്റോൺ വാൾ. ആക്ച്വലി പോയറ്റിന് ഈ വാൾ ഇഷ്ടമല്ലെങ്കിലും അദ്ദേഹം എന്താക്കുന്നുണ്ട്, നൈബറിനോട് ഇൻഫോം ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇവർ രണ്ടുപേരും മെയിൻ പരിപാടി സ്പ്രിംഗ്
സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ അവരുടെ മെയിൻ പരിപാടി എന്നാണ് ഈ വാൾ തമ്മിൽ എന്താക്കുക ക്ലിയർ ആക്കുക. നിങ്ങൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ പിക്ചർ കണ്ടില്ലേ അവന്മാർ സെറ്റാക്കുന്നത്? യെസ് കണ്ടോ, ഇവന്മാർ രണ്ടുപേരും കൂടി എന്താക്കാണ് ആ വാൾ റിപ്പയർ ചെയ്യുന്ന പരിപാടിയാണ്. യെസ് എന്നിട്ടോ എന്ത് സംഭവിക്കുന്നു നോക്കാം. കണ്ടോ, the pointed out the need of the wall between their property. അല്ലമനെ നമ്മളിടയിൽ ഇപ്പം എന്തിനാ വാൾ എന്നുള്ളതാണ് പോയിന്റ് ഔട്ട്. പോയിന്റ് ചിന്തിക്കുകയാണ്, നമ്മളിടയിൽ ഇപ്പം എന്തിനാ വാള്, ഇങ്ങനൊരു മതിലിൻ്റെ ആവശ്യം എന്താണ്? ഇതൊക്കെ സിംബോളിക്കാണ്. നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, നമ്മൾ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ നൈബേഴ്സാണ്. വൈ വി നീഡ് എ വോൾ, നമ്മളിങ്ങനെ ശത്രുക്കളാവേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ തീം വരുന്നത്. പക്ഷെ ഇവിടെ ഡയറക്റ്റ് നോക്കാം. According to him, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം they do not need a wall because they have no cattle. നമ്മൾക്ക് പശു ഒന്നും ഇല്ലല്ലോ അല്ലേ, ക്യാരൽസ് അല്ലേ. പശുവൊക്കെ ആണെങ്കിൽ അങ്ങ് അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് എന്താക്കും, അവിടുത്തെ വായിലെ പിന്നെ കടിച്ചു തിന്നും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ അപ്പുറത്തെ പറമ്പിലെ നെല്ലൊക്കെ കൊത്തിപ്പറക്കി തിന്നും. പക്ഷേ എൻ്റെ വീട്ടിൽ പശു ഒന്നുമില്ല, പിന്നെ എന്തിനാ മുത്തുമണി എൻ്റെ നൈബറെ നമുക്കിങ്ങനെ ഒരു വാളിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചു. ആക്ച്വലി പോയിട്ടാണ്. ദേ ഹാവ് ഓൺലി ആപ്പിൾ ട്രീസ് ആൻഡ് ദ പൈൻ ട്രീസ്. അവർക്ക് ആകെ ഉള്ളത് ആപ്പിൾ മരങ്ങളും പൈൻ മരങ്ങളുമാണ് ഉള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് പോവുകയൊന്നും ഇല്ലല്ലോ. ഓക്കെ, ആൻഡ് ദേ നെവർ ക്രോസ് ലാൻഡ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ആ ലാൻഡ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇങ്ങനെ നടന്ന് പോകും. ആപ്പിൾ ട്രീ ഇല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് മൃഗങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ മുത്തുമണി വാൾ എന്ന് ചോദിക്കുന്നു നമ്മുടെ പോയിറ്റ്. പക്ഷേ അദ്ദേഹം പറയുന്നത് but the neighbor is not ready to accept the poet's opinion. പോയിറ്റിന്റെ ഒപ്പീനിയൻ അക്സെപ്റ്റ് ചെയ്യാൻ ആര് തയ്യാറല്ല? നമ്മുടെ നൈബർ തയ്യാറല്ല. ഹി ഹാസ് എ ഫേം ബിലീവ് ദാറ്റ്, അദ്ദേഹത്തിന് ഒരു ഉറച്ച വിശ്വാസമുണ്ട്. there must be a wall because it is crucial to maintain their relationship. അവിടെ ഒരു വോൾ മസ്റ്റായിട്ട് വേണം. കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത് നിലനിൽക്കണമെങ്കിൽ, അത് എന്നെന്നും മെയിൻറ്റെയിൻ ചെയ്തു പോകണമെങ്കിൽ we need a wall that necessary എന്നാണ് നമ്മുടെ നൈബർ പറയുന്നത്. ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ ബോർഡറുകൾ അത്യാവശ്യമാണ് സമാധാനത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാത്തൊരവസ്ഥ, വളരെ പീസ്ഫുൾ ആയിട്ട് ആർക്കും ഏത് രാജ്യത്തേക്കും പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയാൽ, wow, that would be beautiful. But ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയാണ്. ഇന്നത്തെ ലോകത്തെ ചിന്താഗതി, അദ്ദേഹത്തെ പോയിറ്റിൻ്റെ ചിന്താഗതി, ലോകം ഒരു പീസ്ഫുൾ വേൾഡ് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു വൈറ്റ് ഗ്ലോബാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം who is going to win. Okay, he always says good fences make good neighbors. ആരാ പറഞ്ഞേ? ആ ഒരു നൈബറാ പറയുന്നത് good fences make good neighbors എന്ന് പറയുന്നുണ്ട്. which means in his opinion there should be a wall. അങ്ങനെ ഒരു വാൾ അവിടെ വേണം, എന്നാലേ നല്ല എന്തുണ്ടാവുള്ളൂ, ആ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് ഓർ ടു നൈബേഴ്സ് അങ്ങനെ ഉണ്ടെങ്കിലേ അത് മസ്റ്റ് ആയിട്ട് നടക്കുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആക്ച്വലി ദ ഐഡിയ ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് നൈബേഴ്സ് ആർ ഡിഫറെൻറ്റ്. രണ്ടാളുടെയും മൈൻഡ് വേറെ, ചിന്താഗതി മാറ്റണ്ട്. ഒരാൾ പറയുന്നത് മതിൽ വേണ്ടല്ലോ, എന്തിനാ, നമ്മളിവിടെ പശുവൊന്നുമില്ലല്ലോ. മറ്റേ പറയും വേണം നല്ല ഫ്രണ്ട്സ് ആവണമെങ്കിൽ നല്ല മതിൽ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. Last 2 points. നോക്കാം. Last 2 points. The poet gives that there is no need of a wall. പോയിറ്റ് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വാളിൻ്റെ ആവശ്യമില്ല. The neighbor argues there should be a wall. നൈബർ പറയുന്നത് വാൾ വേണം. എന്തായാലും മെയിനായിട്ട് ഇതാണ് പോയിന്റ്. പോയിറ്റ് പറയുന്നു വാൾ വേണ്ട, കവി പറയുന്നു, മീൻസ് ആക്ച്വലി നമ്മുടെ നൈബർ പറയുന്നു വോൾ വേണം. സോ ഇത്രയുമാണ് പോയിന്റ്സ്. മാത്രമല്ല ഇതിൻ്റെ തീം നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഓക്കെ, തീമിലേക്ക് കിടക്കുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സും ഇതുപോലെ ഈ ചാപ്റ്റർ മനസ്സിലാവാതെ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകാതിരിക്കുന്നുണ്ടായിരിക്കും. സോ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അവരുടെ ഈ വരുന്ന എക്സാമുകളിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു കവിത ഇത്രയും പോയിന്റ്സ് കൊണ്ട്, ഇത്രയും ഒരു 22 പോയിന്റ്സ് കൊണ്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് സെറ്റായിട്ട് മനസ്സിലാകും. ഈ ഒരു പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തായിരിക്കും ആ ഒരു എക്സാം ഹാളിൽ ഇങ്ങനെ ഓർമ്മ വരണം. യെസ്, അദ്ദേഹം ആ കംപ്ലീറ്റ് കവിതയും ഈ ഒരു പോയിന്റ്സിലൂടെ നിങ്ങൾക്ക് ഓർമ്മ വരണം. ഇതിൻ്റെ തീം നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് അതിലെ അപ്രീസിയേഷൻ, ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ ആക്ച്വലി അപ്രീസിയേഷൻ സെറ്റാണ്. പക്ഷെ അതിൻ്റെ അവസാനം എന്ത് എഴുതാറുണ്ട്? പോയറ്റിക് ഡിവൈസസ് എഴുതാറുണ്ട് ഇല്ലേ? പോയറ്റിക് ഡിവൈസസ് കൂടി ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ പോയിന്റ്സ് എഴുതുന്നു, ആ പോയറ്റിക് ഡിവൈസ് കൂടി എഴുതുകയാണെങ്കിൽ അപ്രീസിയേഷൻ സെറ്റാണ്. അപ്രീസിയേഷൻ ആ ഒരു പോയറ്റിക് ഡിവൈസും കഴിഞ്ഞിട്ട് തീം പറഞ്ഞ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, പോയറ്റിക് ഡിവൈസ് നോക്കോ. ദ പോയറ്റ് യൂസസ് മെനി പോയറ്റിക് ഡിവൈസസ്. ഓക്കെ, ഇഷ്ടം പോലെ പോയറ്റിക് ഡിവൈസ്, 45 വരി എങ്ങനെ ഉള്ളത്. ഓക്കെ, ഇൻ ലൈൻസ് 24 and 26, 25 and 26 വരികളിൽ we can see the poet using the poetic device of personification. ഒരു വ്യക്തിയല്ലാത്ത വസ്തുവിന് വ്യക്തിയുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ നൽകാം. ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് തിങ്സ്. മനുഷ്യനല്ലാത്ത വസ്തുക്കൾക്ക് എന്ത് കൊടുക്കുക? മനുഷ്യൻ്റെ ക്വാളിറ്റി എടുക്കുക. ഒരു എക്സാമ്പിൾ, ഫോൺ ഈസ് ഡെഡ്. ഓക്കെ, ഫോൺ ഈസ് ഡെഡ്. ഫോൺ മരിക്കോ?
ഇല്ല, മനുഷ്യന്മാരാ മരിക്കാറുള്ളത്. ആ ക്വാളിറ്റി ഫോണിന് കൊടുത്തു. ഓക്കെ, ബാറ്ററി ഡൗൺ ആയി, ഫോൺ ഷട്ട് ഡൗൺ ആയെന്ന ഉദ്ദേശം, ഫോൺ ഡെഡ് എന്ന് പറയും. ഓക്കെ, മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ കം അക്രോസ്. എൻ്റെ ആപ്പിൾ ട്രീസ് അങ്ങോട്ട് വരില്ല. അങ്ങോട്ട് പോലും മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ ജീവികളാണ്. അപ്പോൾ മനുഷ്യനുണ്ടാവുന്ന ക്വാളിറ്റി അതിന് കൊടുക്കുന്നു. ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്. പൈൻസിൻ്റെ അടിയിൽ നിന്ന് ആ കോൺസ് തിന്നൊന്നുമില്ല. ആ തിന്നുക എന്നുള്ളത് ആരാണ് ചെയ്യാറുള്ളത്? മരങ്ങൾ തിന്നോ? ഇല്ല. ഓക്കെ, ഐ ടെൽ ഹിം എന്നൊക്കെ പറയുന്ന ആ ഒരു ലൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ലൈൻ 9 become used by the poet for the poetic device of the apostrophe. അതായത് ഒരു ഇമാജിനറി അപ്പോസ്ട്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനറി പേഴ്സണോട് സംസാരിക്കുന്നത് പോലെ. The poet is speaking to an imaginary person or objectനോട് സംസാരിക്കുന്നതിനാണ് ഇവിടെ ആ ഒരു ഫീൽ നമുക്ക് എവിടെ കിട്ടും? 19th ലൈനിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. യെസ്, ഓക്കെ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്താണ് പോയറ്റിക് ഡിവൈസ് ആണ്. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. യെസ്, stay where you are until our backs are turned. ഓക്കെ, പിന്നെ അവർ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വരി പറയുന്നത് വെച്ചാൽ മതിലിനോട് പറയുന്നുണ്ട്, നീ കുറച്ചു നേരം ഒന്ന് അവിടെ നിൽക്കട്ടോ, ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്ന വരെയെങ്കിലും ഒന്ന് അവിടെ നിൽക്കുന്നു പറയുന്നുണ്ട്. ദ റഫ്രൈൻ വരുന്നുണ്ട്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറയുന്നുണ്ട്. റഫ്രൈൻ എന്ന് പറഞ്ഞാൽ വീണ്ടും 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 അഗെയിൻ ആൻഡ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഈ വരി 2 പ്രാവശ്യമൊക്കെ കുറേ പ്രാവശ്യം പറയുന്നുണ്ട് അതിൽ. ഓക്കെ, കൻ ഓൾസോ ബി കൺസിഡർഡ് ആസ് എപ്പിഗ്രാം ആയിട്ട്, ഒരു ഫണ്ണി സെയിങ് ആയിട്ട് നമുക്ക് എന്താക്കാം, കൺസിഡർ ചെയ്യാം. വി കൻ സേ റഫ്രൈൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ലാംഗ്വേജ് ഓഫ് ദ പോം ഈസ് ക്ലിയർ ബട്ട് കൺവേസ് എ ലോട്ട് ഓഫ് മീനിങ്. ഭയങ്കര സിമ്പിൾ. നമ്മളെ പോയറ്റ്, നമ്മുടെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പോയറ്റാണ് അദ്ദേഹം. അങ്ങനെ ആവാൻ കാരണം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് വരുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ കിടുക്കാച്ചി മീനിങ്ങൾ അദ്ദേഹം കൊണ്ടുവരും. വി ക്യാൻ ഓൾസോ നോട്ടീസ് ദാറ്റ് ദ പോം ഈസ് സ്ട്രക്ചർഡ് ആസ് എ 45 ലൈൻ ഫെൻസ്. ഓക്കെ, 45 ഫെൻസുകളുള്ള, അതായത് വരികളാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ കുറച്ചുകൂടി ഗ്ലാമറായിട്ട് പറഞ്ഞാണ്. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ടത് ഇതിൻ്റെ തീം ഓഫ് ദ പോം ആണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ജസ്റ്റ് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം, കണ്ടതിന് ശേഷം നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് വേണ്ടത്? യെസ്, ഇതുപോലെ ഏത് ചാപ്റ്റർ ആണോ അല്ലെങ്കിൽ ഏത് ഡിസ്കോഴ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലെങ്കിൽ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. മാത്രമല്ല, നമുക്ക് ധാരാളം ലൈവ് സെഷനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലൈവ് സെഷൻ ഇത് മാത്രമല്ല, എല്ലാ ചാപ്റ്ററിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒക്കെ. സോ അതിൻ്റെ സ്ലൈഡുകൾ, അതുപോലെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഫ്രീ ആയിട്ട് നോട്ട്സ് ഒക്കെ കിട്ടിയാലോ? യെസ്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയാലോ? സോ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, അത് മാത്രമല്ല, നമ്മുടെ ഒരു ആപ്പിൽ നമ്മൾ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രോൾ ആയിട്ട് ഇവിടെ പോകുന്നുണ്ട്. ജസ്റ്റ് സെറ്റ് ആക്കുക, പവർ ആക്കുക, ലെവലാക്കുക. യെസ്, ഇനി തീം ഓഫ് ദ പോം. യെസ്, ആസ് എ വോൾ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ദ പോം കോൾസ് ഫോർ ബ്രേക്കിംഗ് ഡൗൺ മാൻ മെയ്ഡ് വാൾസ്. മനുഷ്യനിർമ്മിതമായ വോളുകൾ, മനുഷ്യനിർമ്മിതമായ ചുമരുകളെ എന്താക്കണം, ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കവി പറയാണ്, മനുഷ്യനിർമ്മിതമായ ധാരാളം വാളുകൾ നമ്മുടെ നാട്ടുകളിലുണ്ട്. അതൊക്കെ എന്താക്കുക, ഒഴിവാക്കുക. ആൻഡ് ബിൽഡിങ് എ ബെറ്റർ വേൾഡ്, നല്ലൊരു ലോകം നമുക്ക് പടുത്തുയർത്താം. ബ്രദർഹുഡ് ആൻഡ് ഹാർമണി, സാഹോദര്യവും അതുപോലെ തന്നെ ഐക്യവും ഒക്കെ നിലനിൽക്കുന്ന, അപ്ഹെൽഡ് ഇൻ പ്ലേസസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് സെപ്പറേഷൻ്റെയും കോൺഫ്ലിക്റ്റിൻ്റെയും ഒക്കെ നാട്ടിൽ നമ്മൾക്ക് ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ബ്രദർഹുഡിൻ്റെയും ഒക്കെ ഒരു വേൾഡ് നമുക്ക് പണിയാം എന്നുള്ള ഒരു തീമാണ് ഈ ഒരു കവിതയിൽ നമുക്ക് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ഐ ഹോപ്പ് യു ഗൈസ് കുഡ് understood everything we have taught today, we have learned today. അപ്പോൾ മനസ്സിലായല്ലോ, സെറ്റായല്ലോ? ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യാൻ മറന്നു വരുത്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ വേണ്ടത് എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. Definitely, I'll check. We have only a way of communication is the comment box. Don't forget to do that. Let's see another video with another session. Until then, it's a bye. Thank you.